ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹീതമായ നല്ല സമയത്തിനായ ദൈവത്തിന് സ്തോത്രം കരയറ്റുന്നു. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ദൈവം നമ്മേവരെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന തിരുവചന വേദഭാഗം സദൃശ്യവാക്യം 15-ാം അധ്യായം 28-ാം വചനം. സദൃശ്യവാക്യം 15-ാം അധ്യായം 28-ാം വചനം. നീതിമാൻ മനസ്സിൽ ആലോചിച്ച് ഉത്തരം പറയുന്നു, ദുഷ്ടന്മാരുടെ വായോ ദോഷങ്ങളെ പൊഴിക്കുന്നു. നീതിമാൻ മനസ്സിൽ ആലോചിച്ച് ഉത്തരം പറയുന്നു, ദുഷ്ടന്മാരുടെ വായോ ദോഷങ്ങളെ പൊഴിക്കുന്നു. ഇവിടെ പറയുന്നു, നീതിമാൻ മനസ്സിൽ ആലോചിച്ച് ഉത്തരം. നീതിമാൻ എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും ധ്യാനിച്ചിരുന്നു. വേദപുസ്തകത്തെ അനുസരിക്കുന്നതാണ് നീതി. വചനത്തിൽ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് പോകുന്നതാണ് നീതി. അപ്പം അങ്ങനെയുള്ള ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കുന്ന കർത്താവിൻ്റെ മക്കൾക്ക് ഉള്ള ഒരു കാര്യം പറയാണ്, അവർ മനസ്സിൽ ആലോചിച്ച് ഉത്തരം പറയുന്നു. അപ്പോൾ നമ്മൾ സംസാരിക്കുന്ന സമയം മറ്റൊരാളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, മറ്റൊരാൾ നമ്മളോട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ മറുപടി പറയാനൊക്കെ ശ്രമിക്കുമ്പോൾ, നമ്മൾ എന്താണോ പെട്ടെന്ന് വരുന്നത് അതങ്ങ് പറയുന്ന ഒരു രീതി പലപ്പോഴും നമുക്കുണ്ടാകാം. വളരെ ശ്രദ്ധിക്കുക. അത് ഒരു ദൈവ മക്കൾക്ക് ചേർന്ന ഒരു കാര്യമല്ല. യഥാർത്ഥ നീതിമാൻ വചനാടിസ്ഥാനത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് വരുന്നത് വചനവുമായി ബന്ധപ്പെട്ടതാവണം. അവരുടെ നാവിലൂടെ വരുന്നതെല്ലാം ദൈവഹിതപ്രകാരമായി, തിന്മയാകാൻ പാടില്ല. മാത്രമല്ല അതിലതീതമായി ദൈവിക ആലോചനകളൊക്കെ അവർക്ക് കിട്ടാനും സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും മനസ്സിൽ ആലോചിച്ച് പറയുക എന്ന് പറഞ്ഞാൽ ചാടിക്കയറി നമുക്ക് വായിൽ എന്താണോ വന്നത് അത് തന്നെ വിളിച്ച് പറയരുത് എന്നുള്ളതാണ്. തിരിച്ച് മറുപടി പറയുക, സംസാരിക്കുക. അങ്ങനെ വരുന്നിടത്താണ് പലപ്പോഴും പലതരത്തിലുള്ള പ്രതികൂലങ്ങളും പലപ്പോഴും വഴക്കുകളും അബദ്ധങ്ങളൊക്കെ സംഭവിക്കുകയും പലപ്പോഴും പരസ്പര വിദ്വേഷങ്ങളോ പിണക്കളൊക്കെ വരുന്നത് പെട്ടെന്ന് നമ്മളതിൽ വരുന്ന പറഞ്ഞു പോകുന്നതുകൊണ്ടാണ്. അപ്പം അങ്ങനെ പറയാതെ മനസ്സിൽ ആലോചിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ദൈവവുമായിട്ട് കമ്മ്യൂണിക്കേഷൻ കിട്ടുന്ന. കർത്താവേ സ്തോത്രം, എന്നെ സഹായിക്കണേ, ഇവിടെ എന്താ പറയണ്ടേ, ഇങ്ങനെ ചില ആലോചനകൾ ദൈവവുമായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. കർത്താവുമായിട്ട് എപ്പോഴും കണക്റ്റഡ് ആയിരിക്കുക. ദൈവഹിതം എന്താണെന്ന് അറിയാൻ ശ്രമിക്കുക. അപ്പം നമ്മുടെ ഉള്ളം കർത്താവിൽ തന്നെ കണക്റ്റഡ് ആയിരുന്നാൽ അടുത്ത നിമിഷത്തിൽ എന്താണ് വരുന്നതെന്ന് പറയാനായിട്ട് നമ്മുടെ മനസ്സിൽ നമുക്ക് ആലോചിക്കാൻ പറ്റും. മനസ്സിൽ ഒന്ന് ചിന്തിച്ചിട്ട് പറയുക. അപ്പോൾ കർത്താവ് അവിടെ ഇടപെടും. കർത്താവിന് സമയം കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. മനസ്സിൽ എന്ന് പറയുക കർത്താവിന് ഇടം കൊടുക്കുന്നു. ചില സന്ദർഭങ്ങൾ നമുക്ക് പറ്റിയത് വരും, ചില സമയം പറ്റാതെ വരാം. കൂടുതൽ നമ്മളതിനെ നിയന്ത്രിക്കാൻ ഇതിന് പറ്റും. മറ്റത് എന്തെങ്കിലും പെട്ടെന്ന് പറയും. ഇത് നമ്മുടെ നാവിനെ നിയന്ത്രിക്കാനും പറ്റും. എന്നിട്ട് പറയുന്നത് ദുഷ്ടന്മാരുടെ വായു ദോഷങ്ങളെ പൊഴിക്കുന്നു. അപ്പം ചുമ്മാ വെറുതെ നമ്മൾ എന്തെങ്കിലും വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദുഷ്ടനായി മാറും. ആ ദോഷങ്ങൾ പൊഴിക്കും, മറ്റുള്ളവർ വേദനിപ്പിക്കുക, അങ്ങനെയൊക്കെ പെട്ടെന്ന് വരും. അപ്പോൾ അത് ദോഷമായി മാറും. നേരെ മറിച്ച് നമ്മൾ തന്നെ ഒന്ന് കൺട്രോൾ ചെയ്ത് ഉള്ളിൽ മനസ്സിലൊന്ന് ആലോചിച്ചിട്ട് സ്തോത്രം ചെയ്തിട്ട് പറയുമ്പോൾ ദൈവഹിതമായ കാര്യങ്ങൾ വരിക, അത് അത്ഭുതമായി മാറുകയും ചെയ്യും. പ്രാർത്ഥിക്കാം. കാരുണ്യമുള്ള കർത്താവേ, സ്വർഗീയ പിതാവേ, വചനം കേട്ട പ്രിയപ്പെട്ട മക്കളെ അനുഗ്രഹിക്കണമേ. കർത്താവയുടെ വാക്കുകളെ, എല്ലാ പെരുമാറ്റങ്ങളെയും ദൈവഹിത പ്രകാരമുള്ളതാക്കി തീർക്കണമേ. ക്രിസ്തു മൂലം ചോദിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. പ്രാർത്ഥന